നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു കാലത്ത് വളരെ സജീവമായിരുന്ന ഒരു കായിക ഇനമായിരുന്നു കബഡി കളി. പക്ഷേ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളം കീഴടക്കിയതോടെ കബഡി കളി പതുക്കെ കളത്തിന് പുറത്തായി. എന്നാൽ കഴിഞ്ഞ ദിവസം അബുദാബിയിൽ നടന്ന കബഡി ടൂർണമെന്റ് പ്രവാസികളെ പഴയ കളിയാവേശത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതായിരുന്നു. കൈക്കരുത്തിന്റെയും മനക്കരുത്തിന്റെയും പോരാട്ടമായിരുന്നു അബുദാബിയിൽ നടന്ന കബഡി ടൂർണമെന്റ്. മലയാളികൾക്കും പ്രവാസികൾക്കും പൊതുവെ അപരിചിതമെങ്കിലും മത്സരത്തിന് ആവേശം ഒട്ടും കുറഞ്ഞില്ല. കബഡി കബഡി വിളികളുമായി റൈഡർമാരും കളം നിറഞ്ഞപ്പോൾ മത്സരത്തിന്റെ ആവേശം ഗാലറിയിലേക്കും വളർന്നു. കല്ലൂരാവിയും കുതിരക്കോടും തുടങ്ങി കബഡി കളിയെ നെഞ്ചിലേറ്റിയ കേരളത്തിലെ വിവിധ ഗ്രാമങ്ങളുടെ പേരിലും ടീമുകൾ മത്സരരംഗത്ത് ഇറങ്ങിയിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ താരങ്ങൾ ടൂർണമെന്റിൽ വ്യത്യസ്ത ടീമുകൾക്കായി കളത്തിലിറങ്ങി. കേരള ടീമിൽ കളിച്ചിരുന്ന അഷ്റഫ്, ശരത്, രാജു, സനീഷ് തുടങ്ങിയവർ ആവേശമായി വിവിധ ടീമുകൾക്കൊപ്പം അണിനിരന്നു. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനും കേരള താരമായിരുന്ന ശരത്താണ്. യുഎഇയിൽ തന്നെ ജോലി ചെയ്യുന്ന താരങ്ങളുടെ കൂട്ടായ്മയാണ് ഈ കബഡി ടൂർണമെന്റ് എന്ന ആശയത്തിലേക്ക് വളർന്നത്. എല്ലാ വാരാന്ത്യങ്ങളിലും മുടങ്ങാതെ പരിശീലനം നടത്തുന്ന താരങ്ങൾ ഏറെ തയ്യാറെടുപ്പുകളോടെയാണ് ടൂർണമെന്റിന് ഇറങ്ങിയത്. ഈ ടൂർണമെന്റിന് വേണ്ടി ഞങ്ങൾ നാട്ടിൽ നിന്ന് ഒരുപാട് ഞങ്ങളുടെ ക്ലബിന്റെ കളിക്കാരെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇനി ഇത് കലാ അബുദാബിയുമായി ചേർന്ന് നിന്നുകൊണ്ട് 4ാമത്തെ കബഡി ടൂർണമെന്റാണ് ഞങ്ങൾ അബുദാബിയിൽ നടത്തുന്നത്. ഇവയിലെ ഒട്ടുമിക്ക ടീമുകളും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗംഭീര ടൂർണമെന്റാണ്. ഇഞ്ചോടിഞ്ച് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ റെഡ് സ്റ്റാർ ദുബായ് കിരീടം ചൂടി. കബഡിയുടെ പെരുമയുമായി എത്തിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല്ലൂരാവിയും സംഘചേതന കുതിരക്കോടും 2ഉം 3ഉം സ്ഥാനങ്ങളിലെത്തി പേരു കാത്തു. അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെ നടുമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ കോർട്ടിലായിരുന്നു മത്സരങ്ങൾ. കല അബുദാബിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല്ലൂരാവിയും ചേർന്നാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. വരും വർഷങ്ങളിലും കബഡി ടൂർണമെന്റുമായി മുന്നോട്ടു പോകുമെന്നാണ് സംഘാടകരുടെ ഉറപ്പ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല്ലൂരായി എന്ന ഗ്രൂപ്പുമായിട്ടാണ് സഹകരിച്ചുകൊണ്ടാണ് ഈ 4 വർഷവും ഈ കബഡി ടൂർണമെന്റ് ഇവിടെ അരങ്ങേറുന്നത്. കേരളത്തിൽ നിന്നുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയാളികൾ പങ്കെടുക്കുന്ന ഈവന്റ്സിൽ 20ലധികം ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. യുഎയിലെ എല്ലാ എമിറേറ്റ്സിൽ നിന്നും എത്തുന്ന 20ലധികം ടീമുകൾ ഈ ഒരു മാമാങ്കത്തിൽ സജീവമായി പങ്കാളികളാവുകയും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കായിക ക്ഷമത പരീക്ഷിക്കപ്പെടുന്ന ഈ കബഡി ടൂർണമെന്റ് വളരെയധികം ആളുകളെ ആകർഷിക്കുന്ന ഒരു ഇവന്റായി മാറിയിരിക്കുകയാണ്. ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളും സാമൂഹ്യ സംഘടനകളും സജീവമായി ഞങ്ങളുടെ പുറകിലുണ്ട്. അബുദാബിയുടെ മനസ്സ് കീഴടക്കുന്നതിനായി കൂടുതൽ കബഡി ടൂർണമെന്റുകൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. ക്രിക്കറ്റിനും ഫുട്ബോളിനും ശേഷം പ്രവാസിയുടെ മനസ്സ് കീഴടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയുടെ സ്വന്തം കായിക വിനോദം.